നമ്മൾ ഇനി പോകുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ്. അവിടുത്തെ വിവരങ്ങളുമായി രാഹുൽ വിജയനുണ്ട് തത്സമയം. രാഹുൽ, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴ വലിയ കെടുതികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതൊക്കെ കണ്ടു. പക്ഷെ പിന്നീട് മഴ ശമിച്ചു, ജലനിരപ്പ് താഴുകയും ഒക്കെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് ഓറഞ്ച് അലേർട്ട്, നാളെ റെഡ് അലേർട്ട് എന്നതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഇപ്പോൾ മഴയുണ്ടോ? സാഹചര്യം എങ്ങനെയാണ്? അനുജ, ഇന്നലെ രാത്രി മുതൽ മഴ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു നേരിയ മഴ പരക്കെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അതിന് സമാനമായ മഴയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതും. നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, വിനോദസഞ്ചാര മേഖലകളിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജലസാഹസിക വിനോദങ്ങൾക്കുൾപ്പെടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയും സമാനമായ രീതിയിൽ അത് തുടരുകയും ചെയ്യുമെന്നുള്ളതാണ് ഇന്നത്തെ ഉത്തരവിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് തുലാവർഷ പെയ്ത്തിന്റെ ശക്തി എത്രത്തോളമായിരുന്നുവെന്ന്. കുമളി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ, അതുപോലെ തന്നെ കൂരം, മുണ്ടിയരുമ, നെടുങ്കണ്ടം ഈ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഇവിടെയൊക്കെ ഉണ്ടായ നാശനഷ്ടം അതിന്റെ കണക്ക് പോലും എടുത്ത് തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രത്തോളം വീടുകളിൽ വെള്ളം കയറി, ഏക്കർ കണക്കിന് കൃഷികൾ നശിച്ചു, വളർത്തുമൃഗങ്ങൾ ഒഴുകിപ്പോയി, വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ്. സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുണ്ട്. അതിന്റെ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചു എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ നേരിയ മഴയുണ്ട്, പക്ഷെ രാത്രിയാണ് അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അത് തുലാവർഷം കൂടിയാണ്. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്യും എന്ന മുന്നറിയിപ്പ് ഇടുക്കി ജില്ലയിൽ നാളെ റെഡ് അലേർട്ടാണ്. എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് രാഹുൽ വിജയൻ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.